എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി 17-ന്റെ 1-2 വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ മത്തായി 16-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, തൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് വിശുദ്ധ മത്തായി 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ കാണുന്നു. സഭയുടെ തൂണുകളായി എണ്ണപ്പെടുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് യേശു ഉയർന്ന ഒരു മലയിലേക്ക് പോയി. ഇതിനെ മറുരൂപമലയെന്നാണ് ഈ സംഭവത്തിലൂടെ പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. മറുരൂപമലയുടെ സ്ഥാന നിർണയത്തിൽ വേദപണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കർമ്മേൽ പർവ്വതമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു, മറ്റു ചിലർ ഹെർമോൻ പർവ്വതമാണെന്ന് അഭിപ്രായപ്പെടുന്നു. ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്ന് 14 മൈൽ അകലെയാണ് ഹെർമോൻ. ഇത് ഏറെക്കുറെ 9400 അടി ഉയരമുള്ളതാണ്. യോർദാന്റെ താഴ്വരയിൽ നിന്നും 11,000 അടി ഉയരമുണ്ട്. ഇതിൻ്റെ ഉയരക്കൂടുതൽ ചിലർക്ക് ചെന്ന് പറ്റാൻ വിഷമം ഉളവാക്കുന്നു എന്നാണ് പലരും കരുതുന്നത്. ഇതിൻ്റെ ഉയരക്കൂടുതൽ നിമിത്തം ചാവുകടലിൽ നിന്നും കാണാൻ കഴിയുന്നു. ഇതിൻ്റെ താഴ്വരയിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് രൂപാന്തരം നടന്നതെന്ന് ഏറിയ പുതിയ നിയമ പണ്ഡിതരും അഭിപ്രായപ്പെടുന്നു. ഈ 3 പേർ, അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, കർത്താവിനോടുകൂടെ ഗതശമനയിലെ കഷ്ടതയുടെ രാത്രിയിലും ബന്ധപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഇവരാണ് കർത്താവിനോട് കൂടെ മുറിക്കുള്ളിൽ പ്രവേശിച്ചത്. ലൂക്കോസ് പറയുന്നത് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി എന്നാണ്. പ്രാർത്ഥിക്കാൻ കർത്താവ് രാത്രിയിൽ മലയിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. രൂപാന്തരം സംഭവിച്ചത് രാത്രിയിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത. 3 ശിഷ്യന്മാരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. മറുരൂപമലയിൽ ഉറങ്ങിയ ശിഷ്യന്മാർ ഗതസമനയിലും ഉറങ്ങി. ഉറക്കം ആവശ്യമാണെങ്കിലും അസ്ഥാനത്തുള്ള ഉറക്കം ദോഷം ചെയ്യും. കർത്താവിനോട് കൂടെയും കർത്താവിന് വേണ്ടിയും ഉണർന്നിരിപ്പാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. 2-ാം വാക്യത്തിൽ കാണുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു എന്നാണ്. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഈ കാര്യം മത്തായിക്ക് വളരെ ശ്രേഷ്ഠമായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട മശിഹ നീതി സൂര്യനായി വെളിപ്പെടുത്തുന്നത് മത്തായി വർണ്ണിക്കുന്നു. മലാഖി പ്രവാചകന്റെ പുസ്തകം 4:2 ഇങ്ങനെ ഒരു ശോഭയെക്കുറിച്ച് നമ്മൾ കാണുന്നു. അതുകൊണ്ട് മത്തായി മാത്രമാണ് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 9-ലും ലൂക്കോസ് 9-ലും ഈ സംഭവമുണ്ട്. യേശു മനുഷ്യാവതാരമെടുത്തപ്പോൾ തൻ്റെ ദൈവത്വത്തിന് മീതെ ഒരു മൂടുപടമിട്ടിരുന്നു. ഇപ്പോൾ അത് ഒരു നിശ്ചിത സമയത്തേക്കുമായിട്ട് തൻ്റെ ദൈവ തേജസ് വെളിപ്പെടുത്തി. ഈ തേജസ് അവർക്ക് മുൻപ് വെളിപ്പെട്ടിരുന്നില്ല. ഇനിയും ഏറെ ദിവസം കഴിയും മുൻപേ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് കർത്താവ് വിരൂപനായി തീരുന്ന രംഗം അവർ ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ കർത്താവ് ആരായിരുന്നെന്നും എത്രത്തോളം താണ നില സ്വീകരിച്ചെന്നും അവർക്ക് ഗ്രഹിക്കാനിടയാകുന്നത് ഈ ഒരു ദർശനത്തിലൂടെയാണ്. സൂര്യനെ പോലെ ശോഭിച്ച കർത്താവ് മുഖവും ശരീരവും ആസകലം മുറിവേറ്റപ്പെട്ടവനായി അവരുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ദൈവപുത്രൻ
കഷ്ടമനുഭവിക്കുന്ന ദാസന്റെ ഏറ്റവും താണയവസ്ഥയിൽ നിൽക്കുന്നത് അവർ കാണുന്നത്. നമ്മുടെ മനോമുകുരത്തിൽ ഇത് കാണാൻ സാധിച്ചാൽ നമുക്ക് വേണ്ടി എത്രമാത്രം കർത്താവ് താണിറങ്ങി വന്നു എന്ന് ചിന്തിക്കാൻ, ഉൾക്കൊള്ളാനിടയാകും. ഒരു ഉൾച്ചേരലാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മളെ കൂടുതൽ ശക്തമായി നിലനിർത്തുന്നത്. ആ ഒരു ബന്ധം രക്തബന്ധമാണ്. അതിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ മാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് വീണ്ടും ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പുതിയൊരു പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാനും കർത്താവ് എത്രമാത്രം താണിറങ്ങി വന്നു എന്ന് ചിന്തിച്ച് ജീവിതത്തിൽ താഴ്മയുള്ളവരായി ജീവിപ്പാനും ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിലും കരുണയിലും ബലഹീനരായ അടിയങ്ങളെ കാത്തുകൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.